ഇസ്ലാമിസ്റ്റ് ലെവലിലേക്ക് വന്ന ഒരാളെ നാട് വിട്ടു എന്ന് പറയാൻ ഇത് ഹി ഹു എന്ന് പറയുന്ന ആൾക്കാരുടെ നേതാക്കന്മാരല്ല. ഹമാസ്, ഹിസ്ബുള്ള, പിന്നീട് ഹൂതികൾ, ഇവരുടെ നേതാക്കന്മാരെ പോലെ കുഴലിൽ കൂടി കുഴൽപ്പണം നടത്തിക്കൊണ്ട് ഭാര്യമാരെയും കൊണ്ട് പോയിട്ട് പിന്നെ പുറകെ പോയി കൊല്ലേണ്ട ഒരു അവസ്ഥ എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിന് വരത്തില്ല. അത് മനസ്സിലാക്കുക. ഇത്ര പച്ചയ്ക്ക് സാധാരണക്കാരന്റെ ഭാഷയിൽ പറയാൻ പറ്റൂ. ഞങ്ങളുടെ അമ്മമാര് വിളിച്ച് അല്ലെങ്കിൽ ഇവിടെ വിളിച്ച് പറയാം, മോനെ പ്രധാനമന്ത്രി നാട് വിട്ടു, മക്കളിങ്ങ് പോരെ. ഞാൻ ചോദിച്ചു, എവിടെ നിന്ന് ഈ വാർത്ത? വേർ ഇസ് ദ എവിഡൻസ്? അതുപോലെ തന്നെ മറ്റൊരു ചാനലിൽ പറയുന്നു, അങ്ങോട്ട് കയറി ആക്രമിച്ചു, ഹമാസിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചു. അപ്പം ഒക്ടോബർ 7 എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനകത്ത് ഈ ഹമാസിൽ നിന്ന് എന്താണ് അശരീരിയാണ് ഇങ്ങോട്ട് വന്നത്. കണ്ണുള്ളവർ കണ്ടുകൂടെ നിങ്ങൾക്ക്? ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പം ഭൂരിപക്ഷം നല്ല മുസ്ലിംസിന് പോലും അംഗീകരിറങ്ങി. സൗദി അറേബ്യ കൂട്ടു നിൽക്കുന്നുണ്ടോ? പാലസ്തീനിലുള്ള പാവപ്പെട്ട അമ്മമാരും അവരുൾപ്പെടെ പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് ഹമാസിനെ വേണ്ട. എന്തേ വാർത്ത ഇടാത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാരതാംബ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാരതാംബയുടെ കാശ്മീരിൽ ഈ നടന്ന ക്രൂരകൃത്യത്തെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കും നിങ്ങൾ പോയി. ഇസ്രയേൽ തെമ്മാടിയാണ് അല്ലെ? യുറേനിയം പ്രോഡക്റ്റും അല്ലെങ്കിൽ ഈ പറയുന്ന ആണവ സംഭവങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞു ഞങ്ങളിത് നശിപ്പിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഇന്നുൾപ്പെടെ പറഞ്ഞു നിങ്ങൾ അവിടുന്ന് മാറിക്കോളൂ പറഞ്ഞുകൊണ്ടൊരു അറ്റാക്ക് നടത്തുന്ന ഇസ്രയേൽ തെമ്മാടി. ബാക്കിയുള്ളവരൊക്കെ മാന്യന്മാര്. എന്നിട്ട് മലയാളികളെ എന്ന രീതിയിൽ ഞങ്ങൾ സുരക്ഷിതരാണോ എന്ന രീതിയിലൊരു ചോദ്യവും നമ്മൾ പറയുന്ന വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് മലയാളികൾ ആശങ്കയിൽ. അല്ല, അതൊക്കെ താങ്കളുടെ വ്യാഖ്യാനമാണ് ജിബി. അതൊക്കെ ഞങ്ങൾ എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ഒളിച്ചോടിയെന്ന വാർത്തയൊന്നും കൊടുത്തിട്ടില്ല.